വിക്രം വേദയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മ ജനലടയ്ക്കാൻ വന്നപ്പോൾ ജനലൊക്കെ അടച്ചുകൊണ്ട് സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വീണ്ടും ആ അമ്മയെ ഞെട്ടിക്കുന്നുണ്ട്. അത്രയും വലിയ മഴയത്ത് അങ്ങനെ നിൽക്കണ്. ആ പെൺകുട്ടി പോകുന്നുമില്ല, എവിടെ ഇരിക്കാനും സ്ഥലമില്ല. ആകെ വിഷമായിട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. ആ അമ്മ ആകെ സങ്കടപ്പെട്ടിങ്ങനെ. എന്നാലും പിന്നെ അപ്പോൾ ഇതിന് അച്ഛൻ വിളിക്കും, കമലേ എന്ന് വിളിക്കുമ്പോൾ വേഗം തന്നെ വാതിലടച്ച് പോകും. പിന്നെ നമ്മുടെ വിക്രം വരുന്നുണ്ട്. വിക്രം മഴയത്ത് വന്ന് നോക്കുമ്പോൾ അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്ന വേദയെ കണ്ടപ്പോൾ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട്. വിക്രം വന്നു കഴിഞ്ഞിട്ട് അവളെ വണ്ടിയൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് അവളുടെ അടുത്ത് വന്ന് ചോദിക്കും, നിനക്ക് വല്ല ഭ്രാന്തുണ്ടോടി, നിനക്ക് ഇവിടെ നിന്ന് ഒന്ന് പോയി തന്നൂടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ എൻ്റെ പെട്ടെന്നുള്ള ദേഷ്യത്തിന്, നീ ആ സംസാരിച്ചത് കൊണ്ടുള്ള ദേഷ്യത്തിന് ഞാൻ ചെയ്തു പോയാണ്, ദൈവത്തെ ഓർത്ത് നീ ഒന്ന് പോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് തൊഴുകയാണ്. പക്ഷേ വേദ ഒന്നും മിണ്ടില്ല. നിന്നെ പറഞ്ഞയക്കാൻ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് പെട്ടെന്നൊരു വടി എടുത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വേദന അടിക്കാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ വേദന ഇങ്ങനെ തലച്ചിരിക്കുന്നതല്ലാതെ അവിടെ നിന്ന് അനങ്ങിയില്ല. അപ്പം തന്നെ വിക്രത്തിന് ഇങ്ങനെ മനസ്സലീന് തല്ലാൻ തോന്നിയില്ല. അങ്ങനെ ആ വടി അവളെ കൊടുത്തിട്ട് പറയും, എന്നാൽ ശരി, എന്നാ നീ പിടിക്ക്, എന്നിട്ട് എന്നെ മതിയാവോളം അടിക്ക്, നിൻ്റെ ദേഷ്യം തീരുന്ന വരെ അടിക്കുകയെന്ന് പറഞ്ഞപ്പോൾ വേദ പറയും, ഇതുകൊണ്ട് അടിച്ചാലൊന്നും എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യം തീരൂല എന്ന് പറയും. പിന്നെ ജീവിതകാലം മുഴുവനും അത് വീട്ടാനുള്ളതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവന് ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നടക്കാൻ പോകുമ്പോഴാണ് വേദയ്ക്ക് ആരോ കുട ചൂടി കൊടുക്കുന്നത് കണ്ടത്. അങ്ങനെ നോക്കിയാൽ പിന്നെ ഒരാൾ, അതായത് നമ്മുടെ ദർശനാണ്, കുടയൊക്കെ ചൂടി ആ മഴയത്ത് വേദന എടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഓ ഇതാരാണെന്ന് ഈ രാത്രി വിത്ത് അമ്പർല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം ചെല്ലുണ് ദർശൻ്റെ അടുത്തേക്ക്. അപ്പോൾ വേദ പറയും, ഇദ്ദേഹമാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടാനിരുന്നത്, ഞങ്ങളുടെ നിശ്ചയത്തിൻ്റെ അന്നാണ് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയും. ഓ സോറി സാർ, എൻ്റെ അബദ്ധത്തിന്, എൻ്റെ കഷ്ടകാലത്തിന്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറ്റിപ്പോയാണ് ആ ദേഷ്യത്തിന്. ദൈവത്തെ ഓർത്ത് സാറ് ഈ പെൺകുട്ടിക്ക്, ഈ വേതാളത്തിനെ നല്ലത് പറഞ്ഞു കൊടുത്ത് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ദർശൻ വിക്രത്തിനോട് ഒന്നും മിണ്ടില്ല. നിങ്ങൾ നല്ല ജോഡികളാണ്, നല്ല ചേർച്ചയാണ്, അതുകൊണ്ട് ഈ കഴുത്തിൽ കിടക്കുന്ന താലി ഇവൾക്ക് ഒട്ടും ചേരില്ല, വലിച്ച് പറിച്ച് കളഞ്ഞ് പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം സാറേ എന്ന് പറഞ്ഞ് വിക്രം അകത്തേക്ക് കയറി പോകണ്. അപ്പോൾ വിക്രം വേദനോട് നമ്മുടെ ദർശൻ ചോദിക്കുന്നത് കേട്ടില്ലേ, അവൻ്റെ വാക്കുകൾ കേട്ടില്ലെന്ന് വെച്ചപ്പോൾ അവന് താലിയുടെ മൂല്യമൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ദർശൻ പൊക്കോ, അല്ലെങ്കിൽ തന്നെ വിക്രത്തിൻ്റെ ഭാര്യയായി വന്ന എൻ്റെ കൂടെ വിവാഹം നിശ്ചയിച്ച് ചെക്കൻ നിൽക്കുന്നത് തന്നെ തെറ്റാണ്, അതുകൊണ്ട് ദർശൻ പോകണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ദർശൻ പോകാൻ നോക്കണ്. ആ സമയത്ത് കുട കൊടുക്കുമ്പോൾ കുട മേടിക്കില്ല. പിന്നെ നിൻ്റെ ആഗ്രഹവും നിൻ്റെ മനസ്സിലെ തീരുമാനമൊക്കെ ഞാൻ നിനക്ക് വിട്ടു തന്നേക്കണ്, പക്ഷേ ഏത് നിമിഷവും ഏത് പാതിരയ്ക്കും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, ആൻറ്റിയും ശ്രീയൊക്കെ വിഷമിച്ച് പോയെന്ന് അറിഞ്ഞത് കൊണ്ട് ഞാനൊന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്, ഞാൻ പറഞ്ഞാൽ താൻ കേൾക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് വാക്ക് കൊടുത്ത് വന്നത്, സാരില്ല സോറി എന്നൊക്കെ പറഞ്ഞ് അയാൾ പോകും. പിന്നെ ആൾ പോണ ആ സമയത്ത് ഇങ്ങനെ ഒരു പാട്ടാണ്, നല്ലൊരു പാട്ട്. ആ ഭാഗത്ത് തന്നെ അച്ഛൻ ഭയങ്കരമായിട്ട് കരയുന്ന ഒരു ഭാഗമുണ്ട്. വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരേ കോണിപ്പടിയുമേൽ ഒരേ ഭാഗത്തായിട്ട് വേദയുടെ പഴയകാല ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുവഴിക്കൊക്കെ നോക്കിയാൽ അച്ഛൻ ഇങ്ങനെ കരയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം മുത്തശ്ശീനെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശി ഇങ്ങനെ ഏതൊരു റൗഡി എൻ്റെ മോളെ ജീവിതം നശിപ്പിച്ചു, അത് ഇന്നലത്തെ ദിവസം തന്നെ കല്യാണം നടത്തിയത് കൊണ്ടാണ് അവൾക്ക് അങ്ങനെ തോന്നിയത്, മഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. മോനെ ശങ്കര, നീ ക്ഷമിച്ച, ഈ നേരമായിട്ടും ആ വീട്ടിൽ അവളെ കയറ്റിയിട്ടില്ല എന്നൊന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ വേണ്ട കയറ്റണ്ട, താലി കെട്ടിയ ആൾക്ക് വേണ്ടിയിട്ട് ജന്മം കൊടുത്ത അച്ഛനെയും വീട്ടുകാരെയും ഉപേക്ഷിച്ചില്ലേ, അവൾക്ക് നമ്മളെ വീടിൻ്റെ അഭിമാനത്തേക്കാൾ വലുതല്ലേ അവളുടെ ആ കഴുത്തിൽ ആ റൗഡി കെട്ടിയ താലി എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് ശിക്ഷിക്കാൻ മാത്രം അറിയുള്ളൂ മോനെ, നിൻ്റെ മുന്നിൽ കോടതിയും നിയമമൊക്കെ ഉള്ളൂ, മറ്റൊന്നും നിൻ്റെ മുന്നിലില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നെ ഇങ്ങനെ പറയണം, ഞാൻ ജഡ്ജിന് ശരിന് തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുന്ന ഒരാളാണ്, പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ മോളുടെ അച്ഛൻ മാത്രമായില്ലേ, എന്നിട്ടും ഞാൻ അവൾക്ക് വേണ്ടി കെഞ്ചിയില്ലേ എന്ന് വെച്ചപ്പോൾ ഈ മഴയത്ത് ഒരു പക്ഷേ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലോ, അവൾക്ക് ഇങ്ങോട്ട് പോരാനുള്ള നാണക്കേട് കൊണ്ടാണെങ്കിലോ, നീ ഒന്ന് പോകുമോ മോനെ എന്ന് വെച്ചപ്പോൾ ഇല്ല അമ്മേ, അത് മാത്രം എന്നോട് പറയരുത്, ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും വിക്രം കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്ന് അമ്മ വിശക്കിന് ഭക്ഷണം തായോ എന്ന് പറയും. അപ്പോൾ അമ്മ ഒന്നും മിണ്ടില്ല, ചേട്ടത്തിമാരൊന്നും മിണ്ടില്ല. എന്താ നിങ്ങളുടെ വായിലൊക്കെ വല്ല ഉണ്ടോ,
അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി എന്ന് ചോദിച്ച് വിക്രം ചാടി എഴുന്നേൽക്കുമ്പോൾ അതിനേക്കാൾ ശക്തിയിൽ ഒച്ചെടുക്കും അമ്മ. ഇവിടെ ഒന്നും ഉണ്ടായില്ലേടാ എന്ന് ചോദിക്കും. എന്തുണ്ടാവാൻ, ഇവിടെ ഒന്നുമില്ല എന്ന് പറയും. ഇവിടെ ഒന്നും ഏതോ ഒരുത്തിക്ക് വട്ടായിട്ട് മുറ്റത്ത് വന്ന് നിൽക്കണല്ലേ. അപ്പോൾ ചേട്ടത്തി പറയും, ഏതോ ഒരുത്തിയല്ലടാ, നീ താലി കെട്ടിയ പെണ്ണാണ്, നീ ഒരു പെണ്ണിൻ്റെ ജീവിതം ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചത് എന്ന് നന്ദിനി ഏട്ടത്തി പറയുന്നുണ്ട്. ഏട്ടത്തി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് സംഭവിച്ചു പോയാണ്. അതിപ്പോൾ ഞാൻ എന്ത് വേണമെന്ന് ചോദിക്കും. നീ താലി കെട്ടിയ പെണ്ണല്ല അവൾ, അതുകൊണ്ട് നീ പോയി അവളെ വിളിച്ചുകൊണ്ട് പോകണം അവിടെ നിന്ന്. എവിടേക്ക്? അവളുടെ വീട്ടിലേക്ക്. സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞ് അവളവിടെ ആക്കിയിട്ട് നീ തിരിച്ചു വരണം. ഞാനൊന്നും പോകുന്നില്ല, അമ്മ ഭക്ഷണം വിളമ്പെന്ന് പറയും. ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാതെ നിനക്ക് ഇവിടുന്ന് ഭക്ഷണം ഇല്ല എന്ന് അമ്മ തീർത്ത് പറയും. അപ്പോൾ ദേഷ്യം വന്നപ്പോൾ വിക്രം പറയും, എന്നാൽ ശരി, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നതാണ് ഇതിനും ഭേദം എന്ന് പറയും. അങ്ങനെ വിക്രം ദേഷ്യപ്പെട്ട് അകത്തേക്ക് എഴുന്നേറ്റ് പോകും. വിക്രം പോയതിന് ശേഷം വീണ്ടും ആ ചേട്ടനും വിക്രത്തിനൊക്കെ വഴക്ക് പറയുന്നുണ്ട്. നീ പറഞ്ഞത് ഒരു വലിയ വീട്ടിലെ പെൺകുട്ടീനെയാണ് നീ കൊണ്ടുവന്ന് ഇപ്പോൾ മുറ്റത്ത് നിർത്തിയേക്കണത്. അത് നിൻ്റെ ഭാര്യയാണ്, എത്രയായാലും നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതോടുകൂടി അവളുടെ ഭർത്താവാണ് നീ ഇപ്പം അങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ട് അവളവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും വിക്രം അതൊന്നും കേൾക്കില്ല. വിക്രം പതുക്കനെ വാതിൽ തുറന്ന് വേദന മുന്നിലൂടെ തന്നെ വേദന നോക്ക് പോലും ചെയ്യാണ്ട് പോകും. അമ്മയും ചേട്ടത്തിമാരൊക്കെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ വേദനയെ കാണിക്കുന്നത് വേദ ഇങ്ങനെ വിഷമിച്ച് ആ മഴയത്ത് തന്നെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് വേദന വീടിന് പൂജാമുറിയിലെ ശക്തമായുള്ള മണിയടി കേട്ടിട്ട് എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് മുത്തശ്ശി പൂജ ചെയ്യുന്നു. ആ സമയത്ത് ശങ്കരൻ വന്നിട്ട് കൈമലത്ത് അത് തട്ടിക്കളഞ്ഞിട്ട്, അമ്മ എന്ത് ഭ്രാന്തി കാണിക്കുന്നതെന്ന് വെച്ചപ്പോൾ, എനിക്കറിയില്ല, മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ചെയ്തതെന്ന്. എൻ്റെ മോളുടെ കഴുത്തിലൊരു താലി വീണില്ലേ, ഇനിയിപ്പോൾ വേറെ എന്ത് ചെയ്യാനെന്ന് ചോദിച്ചപ്പോൾ, അത് ശരി, ഇത്രയും നേരം നമ്മൾ ഒരു കൊച്ചുമോളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറഞ്ഞിട്ടും ഇപ്പം മോളുടെ കഴുത്തിൽ താലി വീണു എന്നുള്ള അവസ്ഥയിലെത്തിയല്ലേ, നന്നായി അമ്മയെന്ന് പറയും. പിന്നെ ഞാൻ എന്താ വേണ്ടത്, പണിക്കരെടുത്ത് പോയപ്പോൾ പറഞ്ഞതല്ലേ അവളുടെ കല്യാണം ഈ തുലാമാസം നീണ്ടു പോകില്ല, അത് കഴിഞ്ഞാൽ പിന്നെ 35 വയസ്സാവുന്നു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ ഇത് ദൈവം തീരുമാനിച്ചതാണ് മോനെ, അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് സ്ത്രീക്ക് ദേഷ്യം വരുന്നുണ്ട്. സ്ത്രീ പറയണം, എത്ര പഠിച്ചാലും എത്ര വിദ്യാഭ്യാസം തന്നാലും എത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത് വന്നാലും മുത്തശ്ശിയെ പോലെ ഒരാൾ ഈ വീട്ടിലുണ്ടെങ്കിൽ അത് വീട് നശിച്ചു തന്നെയാണ് ഇങ്ങനത്തെ ആചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും പോവും. ശങ്കരൻ ദേഷ്യം വന്നിട്ട് വാ എന്നും പറഞ്ഞ് പത്മയെന്നും വിളിച്ചിട്ട് ഭാര്യനെയും വിളിച്ച് പോകും. മുത്തശ്ശി വീണ്ടും വിഷമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നത്. പിന്നെ അപ്പോൾ നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നോക്കിയപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ വീടിൻ്റെ വാതിലിങ്ങനെ തുറക്കണ്. മൂത്ത ചേട്ടത്തി വന്നിട്ട് നോക്കണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് സ്ഥലത്ത് കാണുന്നില്ല. അപ്പോൾ ബാക്കിലൂടെ അനിയത്തിയും വരും. എന്താ ചേച്ചിന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടീനെ കാണില്ല, ഇത്രയും വലിയ മഴയല്ലേ, അത് നനഞ്ഞങ്ങായിട്ട് പോയിട്ടുണ്ടാവും, ഭാഗ്യം തലേന്ന് ഒഴിഞ്ഞ് കിട്ടി എന്നും പറഞ്ഞു അവർ അകത്തേക്ക് കയറിപ്പോവും. അനിയത്തി കയറിപ്പോവും. പിന്നീട് തിരിച്ചു നോക്കുമ്പോൾ ചേച്ചി കാണുന്ന കാഴ്ച, ആ സിറ്റ് ഔട്ടിൻ്റെ മൂലയിൽ കയറി ചുരുണ്ട് കൂടി കിടന്ന് ഇങ്ങനെ ഉറങ്ങണ് വേദ. ആ സമയത്ത് ചേട്ടത്തി അനിയത്തിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.